കാര്യം അല്ലെങ്കിൽ കണ്ടമാനം ഊത്തിലോ ചൂടാണ് ഇത്ര ആവിയാണോ അതെ ഭയങ്കര ചൂടാണ് എങ്ങനെ കിടക്കും. ഈ വസ്ത്രങ്ങളൊക്കെ വെട്ടിക്കകത്ത് വെച്ചിട്ട് ഇപ്പൊ ഒന്നും വെക്കത്തില്ല. നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എലിക്കുട്ടമ്മ എലിക്കുട്ടിയമ്മ കിടന്നില്ലേ? ഈ മനുഷ്യനെ ചൂടായോണ്ട് കിടന്നതാ. ഭയങ്കര ചൂടല്ലേ? ഭയങ്കര ചൂടായോണ്ട് തറ കിടന്നതാന്നേ. ഭയങ്കര ചൂടായോണ്ടേ ചെറുനാരി തറ കിടന്നതാ. എലിക്കുട്ടിയമ്മ ഇറങ്ങി വന്നാൽ നോക്കിയപ്പോഴത്തേനും ഞാനിവിടെ ഈ ടൈലിൻ്റെ പുറത്തൊരു പേപ്പർ വിരിച്ച് കിടക്കുവാണേ. ഭയങ്കര വെയിലല്ലായിരുന്നു, വെയിൽ കൊണ്ടുവന്ന് എടുത്തുകൊണ്ട്. അപ്പോൾ വന്ന് എലിക്കുട്ടിയമ്മ ചോദിക്കുകയാണ്, ഈ മനുഷ്യൻ എന്നാ ഇവിടെ കിടക്കണേന്ന്. എലിക്കുട്ടിയമ്മേ, അവിടെ ആരും ഇല്ലേ? അവിടെ ആരും ഇല്ലേ? കേൾക്കുന്നില്ലേ? അവിടെ ആരും ഇല്ലേന്ന് കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. പ്രാർത്ഥന കഴിഞ്ഞോ? പ്രാർത്ഥന കഴിഞ്ഞോ? എലിക്കുട്ടിയമ്മ കിടന്ന് ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. ഞാൻ പ്രാർത്ഥന എടുത്തേക്കാലോ എന്നോർത്ത് ഒക്കെ വന്നപ്പോഴത്തേനും എലിക്കുട്ടിയമ്മ ചാടിയേറ്റ് പോകുന്നു. പോയേക്കുവാണോ? പ്രാർത്ഥിക്കാൻ പോവാണോ? പ്രാർത്ഥിക്കാൻ പോവുകയാണോ? പ്രാർത്ഥന ചെല്ലാൻ പോവുകയാണോ? ആ ആ പള്ളിയിലാണ് പല സ്ഥലത്ത് പോകുന്നുണ്ട്. യോമോള് വിവാനോടെ പുറത്തേക്ക് പോയിരിക്കുവാണ്. അപ്പം അതാണ് ഇവിടെ തപ്പി നടക്കണം. ആരും അനക്കമൊന്നും കേൾക്കുന്നില്ല. എലിക്കുട്ടിയമ്മയുടെ ചായ അവിടെ ഇരിപ്പുണ്ട്. എലിക്കുട്ടിയമ്മയുടെ ചായയേ, ഈ ചായ എടുത്ത് കുടിച്ചേ. ഈ ചായ എടുത്ത് കുടിച്ചേ. ഇല്ല, ഇത് എലിക്കുട്ടിയമ്മയുടെ ബാക്കി വെച്ചിരിക്കുന്ന. ഇതും കൂടെ കുടിച്ചോ. ഇതും കൂടെ കുടിച്ചോ. കുടിച്ചാന്നേ. ഞങ്ങൾക്കല്ല, ഇത് എലിക്കുട്ടിയമ്മയ്ക്ക് കുടിക്കാൻ ബാലൻസ് വെച്ചതാ. കുടിക്കാതെ 2 പ്രാവശ്യമൊക്കെ കുടിച്ചതാ. ഇപ്പം ഇച്ചിരി മിച്ചം വെക്കുവോ ഇത്? ഇച്ചിരി മിച്ചം വെക്കുവോ ഇത്? മിച്ചം വെച്ചതാണ്. മിച്ചം. ആ അത് എലിക്കുട്ടിയമ്മയ്ക്ക് തന്നെ കുടിക്കാമല്ലോ. മറ്റുള്ളവരെന്തിനാ കുടിക്കുന്നത്? എലിക്കുട്ടിയമ്മയ്ക്ക് തന്നെ ദാഹിച്ചിരിക്കുമ്പോൾ കുടിക്കാൻ മേലേ? ഇതാടെ വെച്ചിരിക്കുന്നത്. ഒന്നാമത് ഭയങ്കര ചൂടല്ലേ? ഭയങ്കര ചൂടല്ലേ? എന്തൊക്കെ കയ്യിലുണ്ട്? എന്നാ പറ്റിയേ? നല്ല വെയിലാണ്. ഈ സമയമായിട്ട് നല്ല ചൂടാണ്. കയറിപ്പോയോ? ഒരു കഥയൊക്കെ അടച്ചു. അടുത്ത പ്രാർത്ഥന തുടങ്ങാനാണോ? അല്ലേ, ഇപ്പം നമ്മുടെ പൊന്നിപ്പെണ്ണിന് ഇച്ചിരി കച്ചു കൊടുത്തേക്കാം. അല്ലേ? ഇച്ചിരി കച്ചി തിന്നുമല്ലേ? കച്ചി നമ്മൾ നേരത്തെ ഇറക്കി വെച്ചതാണേ. കുഞ്ഞിപ്പണ്ണുണ്ടായിരുന്നപ്പോൾ ഇറക്കി വെച്ച കച്ചിയാണേ. അത് വാരി മോളിൽ ഇരിപ്പുണ്ട്. പൊന്നിക്ക് വൈകുന്നേരം ഇച്ചിരി എന്തെങ്കിലും കൊടുക്കണതാണ്. പിന്നെ അതിന് കൊടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. 2 കെട്ടും കൂടെ ഉള്ളൂ. മഴ പിടിച്ചില്ലേ പണി പാളും. എന്തായാലും നമ്മുടെ ചക്കയൊക്കെ മുഴുത്ത് വരുന്നുണ്ട്. പക്ഷേ കുനുകൂനം ഉണ്ടാക്കുന്നതുകൊണ്ടും മഴയില്ലാത്തതുകൊണ്ടും എങ്ങനെയാണെന്ന് ഒരു ഐഡിയയും ഇല്ല. വലുതാവോ കുരുടായിട്ടിരിക്കുമോ എന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അമ്മ അകത്തോട്ട് കയറി അമ്മ ഇവിടെ പ്രാർത്ഥന തുടങ്ങി കേട്ടോ. പ്രാർത്ഥിക്കാൻ കർത്താവേ, മുഴുവൻ വർഷത്തോടെ കൊന്തോസ്കാരം മേട് കിടക്കുന്നേ ഈ കുടുംബത്തെ ചെറുക്കം പാർത്തെ എപ്പോഴും വശത്ത് കല്യായിരിക്കുന്നേ ഭർത്താമറിയത്തിൻ്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഞങ്ങളെ കാത്തുകൊള്ളു. ഈ അപേക്ഷ ഞങ്ങളുടെ കർത്താവ് ഈശോമിശ വഴിയായി ഞങ്ങൾക്ക് സാധിച്ചാണ്. പരസ്യരാജി കരുണയുടെ മാതാവേ സ്വസ്തി, ഞങ്ങളുടെ ജീവനും അതിലെ ശരണമേ സ്വസ്തി. 2ാം ഘട്ട പ്രാർത്ഥനയാണ്. ആദ്യത്തെ ഒരു ഘട്ട പ്രാർത്ഥന കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങി വന്നത്. അല്ല, എലിക്കുട്ടിയമ്മയുടെ പ്രാർത്ഥനയുടെ കാര്യം മക്കളോട് പറയുക. എലിക്കുട്ടിയമ്മ ഒരു പ്രാർത്ഥന കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങി വന്നിട്ട് പിന്നെ 2ാമത് തുടങ്ങിയതാണ്. ഞങ്ങളുടെ ജീവനും അതിലെ അത് മുഴുവൻ കാണിക്കുന്നില്ല, കുറച്ചേ എടുക്കുന്നത്. അവ്വായുടെ ഉണർന്നള്ളപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങേപ്പൊക്കെ നിലവിളിക്കുന്നു. കണ്ണീരിൻ്റെ താഴ്വരിയിൽ നിന്ന് മെങ്ങിക്കരിഞ്ഞ് ഞങ്ങൾ അങ്ങേപ്പൊക്കെ നെടുവുൾപ്പെടുന്നു. ആയാൽ അങ്ങയുടെ മധ്യസ്ഥം അങ്ങേ പ്രവാസശേഷം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലുത്തിനി മാത്രമായിരുന്നു പ്രാർത്ഥനയിൽ. ഓരോ ദിവസം ഓരോന്ന് മാറി മാറിയാണ് വരുന്നത്.
കാരുണ്യവും വാത്സല്യവും മാധുര്യം നിറഞ്ഞ കന്യയെ പറയുമേ. ഈശ്വരമിശിഹായുടെ വാഗ്ദാനത്തിന് ഞങ്ങൾ യോഗ്യരാകും. സർവേശ്വരൻ്റെ പരിശുദ്ധമാത ഞങ്ങൾക്ക് വേണ്ടി ആവശ്യം. അവരെ കൂടെ കൂടി ചെല്ലണ്ടേ പ്രാർത്ഥന ചെല്ലണ്ടേ? ആരാ അവിടെ മാറി ഇരിക്കുന്നവരൊക്കെ. അവിടെ ആരും ഇരിപ്പില്ലല്ലോ. അവിടെ ആരും ഇരിപ്പില്ല. ഇല്ലേ? ആ ആരും ഇല്ലേ? ഇല്ല, എല്ലാം പോയോ? എല്ലാം പോയി. ആ പോട്ടെ. ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ, പ്രാർത്ഥിക്കാം. കർത്താവെ, മുഴുവൻ മനസ്സോടെ ഒന്നോസ്കാരം വീണ് കിടക്കുന്ന ഈ കുടുംബത്തെ ചെറുക്കം പാർത്ത് എപ്പോഴും പരിശുദ്ധ കൈയായിരിക്കും. മർത്താമറിയത്തിൻ്റെ അപേക്ഷയിൽ സകല ശത്രുക്കളും ഉപദ്രവമെന്ന് ഞങ്ങളെ കാത്തുവിടും. ഈ അപേക്ഷ കുട്ടിയമ്മയ്ക്ക് ഒരു ആപ്പിളിൻ്റെ മുറിയും കൊടുക്കാം. പ്രാർത്ഥന നിർത്തുമെന്നില്ല, തണുപ്പുണ്ട്, അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. കഴിക്കുമല്ലോ എന്ന് അറിയത്തില്ല. വേണ്ടേ? ഞങ്ങളുടെ ജീവിതം കഴിച്ചോ? കഴിച്ചോ? കഴിച്ചു. അമ്മ കഴിച്ചാണോ? ഇത് കേട്ട് കഴിച്ചായിരുന്നോ? ഇത് കഴിച്ചായിരുന്നോ? ഒരു കഷ്ണം വെള്ളം കുടിച്ചാ പോരെ. ഇത് വെള്ളം കുടിക്കുന്നില്ല, ഇത് കടിച്ച് തിന്നുന്ന. ഇതിനകത്തിരിക്കണേ. അല്ലേ, ഇതിനകത്ത് വെള്ളമില്ല, കടിച്ച് തിന്നണം. ഇത് കടിച്ച് തിന്നണം. ആ, അത് തിന്നണം. അത് മതിയില്ല. ആദ്യത്തെ പീസ് എലിക്കുട്ടിയമ്മ കഴിച്ചത് കേട്ടോ. ഇത് തുപ്പിക്കളയാൻ പറ്റിയല്ല, ചവച്ചറക്കണം. ഇത് തുപ്പിക്കളയാൻ പറ്റിയല്ല, ചവച്ചറക്കണം. തുപ്പിക്കളയാൻ പറ്റിയില്ല, ചവച്ചറക്കണം. ധാരാ നോക്കി ധാരാ ഒരാണും പെണ്ണും കൂടിയാണോ അവനെ? അതേതായിരിക്കും? അതേതാ അവളാ? ഏതാവള്? ഏതാവളാ? അതേതാവളാ? അതേതാവളാ? അതാരാ? ജോമോനും കൂടിയാ പ്രാർത്ഥിക്കാൻ? ജോമോനും കൂടിയാ പ്രാർത്ഥിക്കാൻ ആണല്ലേ? അതോ മിക്സർ കുറച്ച് തിന്നാൻ വിവാനും കൂടെ കൊടുത്തേക്കണം കേട്ടോ. വഴക്കുണ്ടാക്കിയോ? വഴക്കൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല. വഴക്കുണ്ടാക്കാൻ അവര് പിടിക്കണേ വഴക്കനായിട്ട് ഇരിക്കുകയായിരിക്കും. വഴക്കിനായിട്ടുള്ളവരൊന്നും ഇവിടെ ഇരിക്കുന്നില്ലല്ലേ? അവനെ കൊണ്ട് ഒരു വഴക്കുമില്ല. അയ്യോ, ഇതിനെ കൊണ്ട് ഒരു വഴക്കും ഇല്ലല്ലേ? പക്ഷെ നാളെ ഇത്രയും വലിയ മനുഷ്യൻ ഇനി വഴക്കുണ്ടാക്കി വല്ലവരും തല്ലും. കൊച്ചുങ്ങൾക്ക് പ്രായമായ കാർത്തന്മാരും മക്കളും സഹോദരങ്ങളും ഒക്കെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നാൽ അവർക്ക് വിഷമമുള്ളൂ. ഉപദ്രവിക്കുന്നില്ലെങ്കിൽ വിഷമമൊന്നുമില്ല. അത് കാരണം അവർക്കൊരു പേടി പോലെ എപ്പോഴും. അതാ അമ്മ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ നോക്കുന്ന മനസ്സിലായി. എല്ലാരും സ്നേഹത്തോടെ വരുന്നവരോടൊക്കെ അമ്മ തിരിച്ചു വിടുന്നതിന്റെ കാര്യം അതാന്ന് എനിക്ക് തോന്നുന്നു. അമ്മയ്ക്ക് പേടിയാ ഉപദ്രവിക്കാൻ വരുന്നതാണോ? നിസ്സാര കാര്യം അതെങ്കിൽ കണ്ടമാനം ഉപദ്രവിക്കും. ആണോ? അതാരം അതൊക്കെ ഭയങ്കര തൊപ്പരാ. ഈ പിള്ളേരുടെ കാര്യ പറയുന്നത്, അമ്മയുടെ കാര്യല്ല കേട്ടോ. ഞാനിതൊന്ന് മാറട്ടെ കേട്ടോ. തുണി അലക്കാനുണ്ട്. അമ്മ വിവാന്റെ കൊടുത്തേരെ. വിവാന്റെ കൊടുത്തേര്. വിവാന്റെയിലേ കൊടുത്തേര്. അല്ല, അവന്റെ തന്നെ കൊടുത്താ പോരാ. എല്ലാവർക്കും അവൻ കൊടുക്കും എല്ലാവർക്കും. അവൻ കൊടുത്താൽ ഒപ്പോ? പിന്നെ എനിക്ക് തോന്നാറില്ല. ജോമോ വല്ലതും തന്ന അമ്മയ്ക്ക് തിന്നാൻ? ഞാൻ ആപ്പിളിൻ്റെ പീസ് എടുത്ത് കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ വന്നത്. നേരത്തെ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഇതിന് വെള്ളം കുടിക്കേണ്ടെന്ന് പറഞ്ഞു. അത് അമ്മയുടെ ചായയുടെ ബാക്കിയാ, കുടിച്ചേ ചേറ്റ് പോയതാ. അത് വേഗം കുടിച്ചോ. ഞാൻ മൂടി വെച്ചേച്ച് പോയതാ. അമ്മ വേഗം കുടിച്ചോ അതെടുത്ത്. അത് കുഴപ്പമില്ലല്ലോ. സാരില്ല, ഇപ്പൊ കുടിച്ചോ. ആർക്കെങ്കിലും എടുത്ത് കുടിച്ചൊക്കെ എല്ലാവരും കുടിച്ചതാ. എന്തൊരു ചൂടല്ലോ മോനെ. അമ്മയുടെ നൈറ്റ് ഞാൻ അവിടെ തയ്ക്കാൻ കൊടുത്തേച്ചാ പോകുന്നത്. ഉടുപ്പ് പോലത്തെ നൈറ്റ്. അമ്മയ്ക്ക് ഇപ്പം തണുത്തതല്ലേ വേണ്ടത്. അന്നേരം കുടിച്ചാൽ മതി, ചൂടുണ്ടായിരുന്നല്ലോ. ഇനി ചൂടത്ത് ആണോ? എനിക്ക് വേണ്ട, ആർക്കെങ്കിലും വേണമെങ്കിൽ കുടിച്ചോളാൻ പറഞ്ഞു. ഞാൻ പിന്നെ ഒരു പാത്രം എടുത്താൽ മൂടി വെച്ച് കഴിയുമ്പോൾ തണുത്തതല്ലേ വേണ്ടത്, അടുത്ത ചൂടാന്നാ പറഞ്ഞത്. ഞാനൊരു മാറിയിട്ട് പോയാൽ തുണി അലക്കി സമയമില്ല വർത്തമാനം പറയാൻ.
അതും കൂടെ കുടിച്ചോ, ബാക്കി ചായ ഇരിക്കുന്ന കൂടെ. പക്ഷേ തണുത്ത വെള്ളം കുടിക്കുന്നത് അപ്പം നല്ലത്. ഇപ്പം തണുത്ത ചായ കുടിക്കുന്നതല്ലേ നല്ലത്, ചൂട് കാലമല്ലേ. മിക്സർ പൊട്ടിച്ചു കൊടുക്കടാ. എപ്പോഴാണെന്ന് എനിക്കറിയില്ല. ദാ നമ്മൾ പൊട്ടിക്കാൻ നോക്കുന്നുണ്ട്. ഒന്നിനും കാണുന്നില്ല. ആര് വരാനാ? എൻ്റെ അമ്മയെത്തി. ഇനി ഏതമ്മ? ഏതമ്മയാ? ആ ഇവിടെയോളോ? ഇവിടെ അമ്മയുള്ള അമ്മ മുമ്പിൽ നിൽപ്പുണ്ട്. ഇവിടെയുള്ള അമ്മ ഇവിടെ മുമ്പിൽ നിൽപ്പുണ്ട്. എവിടെ ഇരിക്കണം? ഞാൻ നിൽക്കുന്നു. എവിടെ? ഇത് അല്ലെന്നേ, ആ എല്ലാം കരിഞ്ഞു പോവുകയാണല്ലോ. എല്ലാം പോവുക. അതേന്നേ, ഭയങ്കര ചൂടല്ലേ. അങ്ങനെ വെയിലും ഇല്ല. ആര് പറഞ്ഞു ഭയങ്കര വെയില? ചൂട് ഇവിടെ പോഞ്ഞ് പുറത്തിറങ്ങാത്തതുകൊണ്ടാ ഭയങ്കര ചൂടെടുത്തിട്ട് നിൽക്കാൻ മേല. വെയിൽ കൊണ്ട് നിൽക്കാൻ മേല. എല്ലാം വെട്ടി കേട്ട് കണ്ടിച്ചൊക്കെ കളഞ്ഞിട്ടായിരിക്കും. ആ വെട്ടിയും കണ്ടിച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട്. അത് മരക്കമ്പല്ലേ, അത് നമ്മുടെ തേക്കിൻ്റെ കമ്പറക്കിയതല്ലേ. കുരിശുള്ളിയുടെ അങ്ങ് ചാഞ്ഞ് നിൽക്കുന്നു, ലൈനയിലോട്ട് ചാഞ്ഞ് നിൽക്കുന്നു. അതുകൊണ്ട് അതെല്ലാം വെട്ടി ഇറക്കി നമ്മൾ. അപ്പം നമ്മുടെ കുരിശുപള്ളിയുടെ മണ്ടയ്ക്കായിട്ട് നിൽക്കുന്നത് മോഹൻചേട്ടനും കയറി പോവാണ്. ഇവിടെ ഈ ലൈൻ്റെ മണ്ടലുണ്ട്. കുരിശുപള്ളിയുടെ ഇങ്ങോട്ട് ചാഞ്ഞിരിക്കുന്നു. ഇതെല്ലാം കൂടെ വെട്ടി മാറ്റിയേക്കാം ചവറേ. അപ്പം ശല്യങ്ങളെല്ലാം ഒഴിവാക്കിക്കോളും, പള്ളയെല്ലാം മറക്കോളും. ഇവിടെ ഈ ലിങ്കുള്ളതുകൊണ്ടാണ് ഏറ്റവും വലിയ കുഴപ്പം. പിന്നെ അവരെ വിളിച്ച് ഓഫ് ചെയ്യിച്ചിട്ട് വേണം കയറാനായിട്ട്. നേരത്തെ ഒന്ന് കുറച്ച് വെച്ചിരുന്നതാണ്, പക്ഷേ അപ്പുറത്താൻ മരം നിൽക്കുന്നതുകൊണ്ടാണ് കമ്പ് ഇങ്ങോട്ട് ഉള്ളതെന്ന് തോന്നുന്നു. കുരിശുപള്ളിയിട്ട് ഇവിടെ ഇങ്ങനെ ഇട്ടുന്നുണ്ടേ. നമ്മൾ ഈ സൈഡിൽ കൂടെ വഴിയൊക്കെ ഉണ്ടാക്കാനായിട്ടിരുന്നു. നേരത്തെ അവർ കൊണ്ടവിടെ പോസ്റ്റിട്ട്, അതുകൊണ്ട് അങ്ങനെ വഴി മുടക്കിപ്പോയി. നിങ്ങൾക്ക് പിന്നെ കുരിശുപള്ളി അങ്ങ് തെളിഞ്ഞ് കിട്ടി, ഞാൻ വരെല്ലാം വെട്ടി മാറി. അതുകൊണ്ട് അതെല്ലാം കുളമായിപ്പോയി. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നല്ല വെയിലാണ് രാവിലെ. താഴെ വീഴുന്ന കമ്പുകൾ നമ്മൾ എറിച്ച് ഇങ്ങോട്ട് തള്ളുവാണ്. അപ്പം നമുക്ക് വിറകും കൂടെ വേണമല്ലോ. നേരത്തേക്കലാണ് മെയിനായിട്ട് വെട്ടേണ്ടത്. ഇനി അത് ലൈനിലോട്ടല്ല നിൽക്കുന്നുണ്ട്. തേക്കൊക്കെ ഒടിഞ്ഞ് വീഴുന്നുണ്ട്. എല്ലാവർക്കും പേടിയാണ്. എല്ലാവരും കമ്പൊക്കെ വെട്ടിക്കോളാൻ പറയണേ. ആ മരം അങ്ങനെ മൊത്തം വെളുപ്പിച്ച് നമ്മുടെ വളഞ്ഞ് നിൽക്കുന്ന തേങ്ങ അങ്ങ് മറിക്കുവാണ്. കയ്യാല പോലെ കേട്ടോ, തേങ്ങ അങ്ങ് മറിക്കുവാണ്. ആയേ, ഇനി അതുപോലെ വഴിയിൽ തടസ്സം ഉണ്ടാകണ്ടല്ലോ. മരമെല്ലാം കയറി അതങ്ങ് വളഞ്ഞ് കുത്തിപ്പോയി. അതുകൊണ്ട് അതങ്ങ് മറിച്ചേക്കാം. അമ്മ എപ്പോഴും പറയണതാണ്, ആ തെങ്ങ് മറിക്കുന്നു, ആ തെങ്ങങ്ങ് മറിച്ചേക്കാമെന്ന് വെച്ചു എഴുതിക്കാം. അപ്പോൾ നമ്മളങ്ങനെ തെങ്ങ് വെട്ടി മാറ്റി അവിടെ ക്ലിയറാക്കി, വഴി ശരിയാക്കി. ഇനി ധൈര്യമായിട്ട് വണ്ടി കയറില്ല. നമ്മുടെ ഈ തേക്കും കൂടെ വെട്ടണം. ഇത് വെട്ടി നമ്മളിങ്ങനെ നിർത്തിയേക്കുവാണ്. ഇതാണ് വെട്ടേണ്ടത്. അതിന് ലൈൻ ഓഫ് ചെയ്യണം. ലിങ്ക് നിൽക്കുന്നുണ്ട്. ലൈൻ ഓഫ് ചെയ്തിട്ടാണ് വെട്ടി മാറ്റാനായിട്ട്. ഇതാണ് സംഭവം. മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര നീറൊക്കെയാണ്. അപ്പുറത്ത് നടത്താൻ നീടില്ലായിരുന്നു, അതേ ഭയങ്കര നീറൊക്കെയാണ്. മറ്റേ പുള്ളിയെ കൊണ്ട് നമ്മുടെ മരം വെട്ട് നടന്നില്ല, നീറാന്നും പറഞ്ഞ് പുള്ളി ഇറങ്ങിപ്പോയി. അതിൻ്റെ പുറത്ത് നമ്മുടെ ഇവിടെ അപ്പുറത്ത് ഹിന്ദിക്കാർ വന്ന് കൂടെ വെട്ടുന്നുണ്ടായിരുന്നു. ലൈൻ ഓഫ് ചെയ്തുകൊണ്ടേ അവരുണ്ടായിരുന്നു. അപ്പോൾ അവരെ വിളിച്ച് നമ്മൾ ക്ലീനായിട്ട് വെട്ടിച്ചു. കമ്പെല്ലാം ക്ലിയറായിട്ട് വിട്ട് നിർത്തിയേ പോകണം. ലൈനയിലൊന്നും ടച്ചിങ് ഇല്ല. നല്ല ക്ലിയറായിട്ട് കമ്പെല്ലാം വെട്ടി നിർത്തി. ഇപ്പോൾ ഗ്യാസിനൊക്കെ വിഷയമുള്ളതുകൊണ്ട് നമുക്ക് വിറകുമായി ഒരു കുഴപ്പമില്ല. ക്ലിയറായിട്ട് വെട്ടി. ഹിന്ദിക്കാരാണ് വെട്ടി കേട്ടോ. മറ്റേ പുള്ളിയായിട്ടിട്ട് പോയി നീറാന്നൊക്കെ പറയും. ഇവിടെ ഇത്രയും പേര് പോരെ. ഇത് പാത്തണ്ട, ഞാൻ മുറിച്ച് തരാം. ഇപ്പൊ ചായ കുടിച്ചോ? ഞമ്മക്ക് തിന്നാൻ തരാം. കുറച്ച് തിന്നാൻ തരാം. ചായ എടുത്ത് കുടിച്ചോ. അത്യാവശ്യമുള്ള കാര്യം. ചായ എടുത്ത് കുടി. ജോമോമാനും കൂടെ കൊടുക്കാം കേട്ടോ. നല്ല തണുപ്പുകാറ്റ. ജോമോമാനും കൂടെ കൊടുത്തേരേ. തണുപ്പ് കാറ്റ് ഇപ്പോഴോ? നല്ല മിച്ചറ. വേണോ? ജോമോമാനും പറഞ്ഞു മനസ്സിലായി. തിന്നേക്കാം. അമ്മ കുട്ടിയമ്മ തരുന്നല്ലേ, കഴിച്ചേക്കാം. നോക്കട്ടെ എങ്ങനെയുണ്ടോന്ന്. അല്ലേ വലിയൊന്നും ആരും വരുന്നില്ല, ചുമ്മാ തോന്നിയേക്കോ. മനുഷ്യനെ ചുമ്മാ നോക്കിക്കുവാ. വലിയൊന്നും ആരും വരുന്നില്ല. എന്നാ കഴിച്ചോ, ചായ കുടിച്ചോ. എന്നിട്ട് ഭയങ്കര എരിവാ, എനിക്ക് പറ്റിയില്ല. ഭയങ്കര എരിവാ, എനിക്ക് പറ്റിയില്ല. ചേട്ടാ ഇവിടെ ഇരുന്ന് കഴിക്കും. എന്നാ ഇതിരിക്കും. ഇത് വേണോ? ഇത് കഴിക്കുന്നുണ്ടോ? കഴിച്ചാണോ? തുമ്പ കഴിച്ചതല്ലേ? തുമ്പ ഒരു കഷ്ണം കഴിച്ചോ, അതുകൊണ്ടാ. എന്നാ ഇത് കഴിച്ചോ. മിച്ചറും കഴിച്ചോ, കടലയും മിച്ചറും കഴിച്ചോ. അച്ഛന്മാരും ഇവിടെ ഇല്ല, സിസ്റ്റർമാരും ഇല്ല. അത് വള്ളിയാണ് അച്ഛനന്മാരൊക്കെ വരാൻ. അടുത്ത് തന്നെ അത് നോണ്ടിക്കുവാ.
അത് തിന്നോണ്ടിരിക്കുവാന്നേ. അത് നല്ലതാ. ആ പിന്നെ ആ അതിനാ നല്ലതാ. അതൊക്കെ എലിക്കുട്ടിയമ്മയ്ക്ക് അറിയാം. ഇവിടുത്തെ ചാത്തൻ ഇവിടുത്തെ ചാച്ചൻ ഇവിടെ നിൽപ്പുണ്ട്. ഏ? ഇവിടെ നിൽപ്പുണ്ട് ഇപ്പോഴത്തെ ചാച്ചൻ. എവിടെ? ഈ നിൽക്കുന്നു. എവിടെയാ? ഈ നിൽക്കുന്നതാന്നേ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇപ്പോഴത്തെ ചാച്ചൻ. നീയോ? ആ ആഹാ, നിന്നെയാണോ ആക്കിയിരിക്കണേ? ആ എന്നെയാ ഇപ്പം ആക്കിയേക്കണേ. മറ്റേ കാരണവർ ചാത്തൻ എവിടെ പോയി? മറ്റേ കാരണവരൊക്കെ പോയി, സ്ഥലം വിട്ടുപോയി. മറ്റേ ഏ കാരണവരൊക്കെ സ്ഥലം വിട്ടുപോയി. മരിച്ചു പോയോ? അതായത് തിന്ന് ഏ എടുത്ത് തിന്ന്. ഇതൊക്കെ എവിടെയാ വെക്കണമെന്നുള്ള ഇവിടെ ഉള്ളവരെ ഏറ്റ് നോക്കി വെക്കട്ടെ. എടുത്ത് കഴിക്കാം. എലിക്കുട്ടിക്ക് ഇഷ്ടത്തിന് അങ്ങനെ വെക്കാൻ എലിക്കുട്ടിക്ക് തിന്നാൻ തന്നാ അത് കഴിക്കുന്നില്ലേ? ഇതൊക്കെ കള. എരിയുന്നുണ്ടാവും, അതുകൊണ്ട് ചിലപ്പം നല്ല എരിവാ. കഴിച്ചോ, എടുത്ത് തിന്നോ. അതൊന്നുമില്ല. അത് കടല, അതൊക്കെ മറ്റേ കരിയാപ്പിലയൊക്കെ വറുത്ത് കിടക്കണമല്ലേ, ഇതെല്ലാം പൊടിച്ച് പൊടിയിടുകയാണ്. കടലയൊക്കെ പിറക്കി തിന്നും. ഏ കടലയൊക്കെ പിറക്കി തിന്നാൻ അതിനെ തിന്നാനുണ്ടല്ലോ. കടലിയോ? ആ ആടെ കളയാതെ. ഇന്നോടെ എന്നാ പണ്ട് എലിക്കുട്ടിയമ്മയുടെ ആദ്യ കാലഘട്ടത്തിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എലിക്കുട്ടിയമ്മയ്ക്ക് ഈ പ്രശ്നം സ്ട്രോക്ക് വന്നു കഴിഞ്ഞ ശേഷം, റെഡിയായി വന്നു കഴിഞ്ഞ ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ഇങ്ങനെയായിരുന്നു എലിക്കുട്ടിയമ്മ. വൈകുന്നേരങ്ങളായി കഴിഞ്ഞാൽ പിന്നെ ഈ റൂമെല്ലാം തപ്പി കിടക്കും, കഥവും ജനലെല്ലാം അടച്ചിടും, സന്ധ്യയായതും പറഞ്ഞുകൊണ്ട് അടച്ചിടും, എന്നിട്ട് കട്ടലെല്ലാം വലിച്ചിടും, മുറി വഴിയുള്ള ലൈറ്റെല്ലാം തെളിച്ചിടും. ചില സമയങ്ങളിൽ ഇപ്പോഴും അതുണ്ട്. ഇവിടെ ഒരു മനുഷ്യരും ഇല്ല. അവിടെ എന്തിനാ മനുഷ്യർക്ക് ചൂടല്ലേ? മനുഷ്യർ പോലും ഒരു മനുഷ്യർ പോലും അവിടെ ഇല്ലല്ലേ? ഈ മിച്ചറോ തിന്ന്, എലിക്കുട്ടിയമ്മയ്ക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇത്, ഈ സാധനം തിന്ന്. ഈ തിന്നാൻ പറ്റുന്ന ഓരോരുത്തർ വരും. ആ ഇത് കഴിയേ, തിന്നാൻ വേറെ ആരും വരാനൊന്നുമില്ല. അതാണ് കൊടുക്കാം. ഇത് എലിക്കുട്ടിയമ്മ കഴിക്കാനുള്ള. ഇവരൊക്കെ വരും. ഇങ്ങോട്ട് പോയി അങ്ങോട്ട് കയറിപ്പോലോ. ആ എന്നാൽ എല്ലാം അവിടെയാ. ആ അവിടെയാണ്. അവിടെ ആൾക്കാരെല്ലാം കൂടി കഴിച്ച് കൂട്ടുവാണ് ആയിരിക്കും. നല്ല തണുപ്പ് കാറ്റും. എല്ലായിടത്തും മഴ, തണുപ്പ്. എവിടെയോ മഴ പെയ്യുന്നുണ്ടാവും. മനുഷ്യർ ആരും ഇല്ല. അതിനകത്തുണ്ടോ നോക്കി. മാത്രം. കാറ്റ് മാത്രമേ ഉള്ളൂ. കാറ്റെല്ലാം എടുത്തിട്ടാ ആണോ? കാട്ടിക്കുക. കാറ്റ് ചുമ്മാ വരുവാണോ? ഒരു ഫാനൊന്നും ഇട്ടിട്ടില്ലല്ലോ കാറ്റിടാൻ. ആ ജനലിൽ കൂടെ കാറ്റ് തന്നെ അല്ലേ? ഒരു കൊച്ചു കിടക്കണം. ഇതെന്നാ വാണേ ഇങ്ങനെ കിടക്കണം? ഇതെന്നാ ഇരിക്കണം? ഇതൊക്കെ എടുത്ത് പോയി. അവൻ പഠിക്കണ സാധനങ്ങളായിരിക്കും. നീ ഒക്കെ പഠിക്കണമല്ലേ? തന്നെയുള്ളോ? കൊച്ചു തന്നെയുള്ളോ? മറ്റവരൊക്കെ എന്ത്? അവരൊക്കെ അവിടെ പോയി. അവൻ മിണ്ടുന്നില്ലേ അവൻ? ഒന്നും കിട്ടിയല്ല. പിന്നെ എങ്ങനെയാ? ആണോ? അവനെന്നെ മിണ്ടിയല്ലാതെ. ഇതൊന്നും തിന്നെ. എല്ലാം തെളിയല്ല. ആ എല്ലാം തെളിയാലും നീ ഇതൊന്ന് കഴിക്ക്. എന്നാ എനിക്ക് വേണ്ട. ആ ഇത് കഴിക്ക്. എനിക്ക് വേണ്ട. വേഗം വെച്ചാൽ അമ്മ വരുമ്പോൾ കൊടുക്കാം. എലിക്കുട്ടിയമ്മയ്ക്ക് തിന്നാനോ? അമ്മയ്ക്ക് തിന്നാനല്ല. ഉച്ചക്കൊക്കെ അതിനാ വെച്ചാൽ കേൾക്കണം. ഇവിടെ ഏതാണ്ടൊക്കെ ചെയ്യണതാ. ആ അവിടെ വല്ല പണിയും ചെയ്യണമായിരിക്കും. എന്നതാണെന്ന് അറിയത്തില്ല. ആണോ? അങ്ങനെ എന്തെങ്കിലും അറിയത്തുള്ളൂ. എന്നാ നോക്കിയാലോ എന്നാന്ന്. എന്നാന്ന് നോക്കിയാലോ? എന്നാന്ന് നോക്കിയാലോ ഒന്ന്. എല്ലാം നോക്കാനോ? ആ എന്താ നോക്കിയേ? ഞാൻ എലിക്കുട്ടമ്മയ്ക്കല്ലേ അറിയണ്ട, എനിക്കറിയേണ്ട കാര്യമില്ല. എലിക്കുട്ടമ്മയ്ക്കല്ലേ എന്നാന്ന് അറിയേണ്ടത്. എനിക്ക് നിർബന്ധമില്ല അറിയണമെന്ന്. എനിക്ക് നിർബന്ധമില്ല അറിയണമെന്ന്. എലിക്കുട്ടമ്മ പോയി നോക്ക്. എലിക്കുട്ടമ്മക്കല്ലേ അറിയണ്ടേ? ഇവിടുത്തെ അമ്മയൊക്കെ എവിടെ പോയി? ഇത് അമ്മ ഈ നിൽക്കുന്നേ. ഈ നിൽക്കുന്ന ഇവിടുത്തെ അമ്മ. വീട്ടിലോ? ഈ നിൽക്കുന്നതാന്നേ ഇവിടുത്തെ അമ്മ. ഇവിടെ ഇല്ലല്ലോ. ഈ നിൽക്കുന്നത് എലിക്കുട്ടി. അത് ഇന്നലെ വലിയാന്നൊന്നും വന്നപ്പം അന്നാലൊന്നുമില്ല. ഇന്ന് അമ്മയെക്കുറിച്ച് അന്വേഷണമാണല്ലോ, അമ്മയെ തപ്പി നടപ്പാണല്ലോ. ഇത് പാലാണ്. ചായ ഇച്ചിരി ഉള്ളെന്നേ ഉള്ളൂ. അത്ര ചക്കയാണ്. അല്ല പുത്തൻ ചക്ക. ചക്കയ്ക്കെല്ലാം കൊതി വിടുവാണോ? ചക്കയ്ക്കെല്ലാം കൊതി വിടുവാണോ? നല്ല ചക്ക. വേവിക്കാനും നല്ല. ആണോ? വേവിച്ചാലും നല്ല. ആ അവൾ പുറത്തുനിന്ന് കൊണ്ട് കഴിയുന്നു. ഇവിടെ വന്നു വേണം എനിക്ക് തരും. ആരാ? ചക്കയൊക്കെ ആരാ? ഇവിടെ കെട്ടിക്കൊണ്ടവൻ്റെ പെണ്ണുങ്ങൾ. ആ അവരുടെ പേരെന്നാ? കെട്ടിക്കൊണ്ടവൻ്റെ പേരെന്നാ? അവരുടെ പേരെന്നാ? അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല.
ആ സെലീനാണോ സെലീനാണോ അത് കുറേ പ്രായം ചേർക്കാം. സെലീനാണോ സെലീനാണോ തരുന്നത് സെലീൻ? അത് എന്നതാണെങ്കിലും തരും. ഉം. എന്നിട്ട് ആൾക്കാർ പോകും. നമ്മളെ കുരിശ് വെച്ച് പ്രാർത്ഥനയിലേക്ക് കിടന്നോണ്ടാ മതി. അല്ലാതെ അന്തോ ഇല്ല ബന്ധോ. വണ്ടി ആരുടെയാ ഏത് ഇത്? ആരുടെ വണ്ടി അത്? ആരുടെ വണ്ടി അത്? ആരുടെയായാലും ചെറുക്കന്മാരുടെയാണ്. പെണ്ണുങ്ങളും ആരും ഇല്ലല്ലോ എവിടെ? ഇവിടെ. ഒരാണ് ഞാൻ നിൽക്കുന്നു. ഒരു പെണ്ണ് എലിക്കുട്ടിയമ്മ ഇവിടെ നിൽക്കുന്നു. ഒരു പെണ്ണ് എലിക്കുട്ടിയമ്മ, ഒരു പെണ്ണ് എലിക്കുട്ടിയമ്മ, ഒരു പെണ്ണ് ഞാൻ, അല്ല ഒരാണ് ഞാൻ, ഒരു പെണ്ണ് ജോമോൾ അവിടെ അലക്കുന്നുണ്ട്, ഒരു ചെറുക്കൻ വിവാൻ ഇവിടെ അകത്ത് ഇരിപ്പുണ്ട്. ഇതിൽ കൂടെ എത്രയാണ് വേണ്ടേ? ഇതിനകത്ത് ആൾ മുഴുവൻ വേണം. ആൾ കൂടി അലമ്പാന്നല്ലേ അമ്മ പറയണേ? എത്ര ചക്കേ കിടക്കും എൻ്റെ മുട്ടൻ ചക്ക. ചക്കയുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ആ പാട്ടം 2 ചക്ക കാണുന്നുണ്ട്, 2-3 കാണും. കാറ് വെക്കാൻ തുടങ്ങി. ആ മഴക്കാറ് വെക്കുന്നേ ഉള്ളൂ, മഴ പെയ്യുന്നില്ല, അതിലെ കുഴപ്പം. ഇവിടെ കന്നുകാലിയൊക്കെ ഇല്ലേ? കന്നാലീനൊക്കെ കൂട്ടി കയറ്റി. വീട്ടിൽ ഞങ്ങളുടെ കന്നുകാലി ഇവിടെ ഉണ്ടാകുന്നല്ലോ. അതിനെ എവിടെയാണ് കെട്ടേക്കാൻ? ഞങ്ങളുടെ കന്നാലിയോ? അതിനെ കെട്ടൊന്നും ഇല്ലേ? ഞങ്ങളുടെ കന്നാലീനെ കെട്ടാറൊന്നുമില്ല. അത് എൻ്റെ ആയിരിക്കും. ആ കന്നാലി തൊഴുത്തിലല്ലേ? തൊഴുത്തിൽ പോയി നോക്കിയല്ലേ കന്നാലിയെ കണ്ടു. മുറ്റത്തൊരു വണ്ടിയും കിടക്കും. മുറ്റത്തൊരു വണ്ടിയും കിടപ്പുണ്ടല്ലേ? ആ അതേ ലിച്ചില്ലാത്ത എത്ര ചക്കയാന്ന്. ഏതായാലും ഇത് ഇതേലോ? ആ പ്ലാവേ. ആ ഇതേ കുഞ്ഞിയൊക്കെ ഉണ്ടായേക്കണല്ലേ? ആരും ഇല്ല ഒറ്റ. ഈ നിൽക്കുന്നതൊക്കെ ഇല്ല ആൾക്കാരല്ലേ? ഈ നിൽക്കുന്നതൊക്കെ ആൾക്കാരല്ലേ എന്ന്? അതൊക്കെ ഇതൊക്കെ പറഞ്ഞ് പറഞ്ഞു വെക്കണം. അതിൻ്റെ ഉടയക്കാരൊക്കെ എനിക്ക് തന്നെ അറിയത്തില്ല. ഇത് ഉടയക്കാർ, ഇതിന്റെ ഉടയക്കാരത്തി എലിക്കുട്ടിയമ്മയാ. ഇതിന്റെ ഉടയക്കാരത്തി എലിക്കുട്ടിയമ്മയാ. എലിക്കുട്ടിയമ്മ. ഞാനോ? ആ ഓ എൻ്റെ അല്ല. പിന്നെ അല്ലയാ എന്റെയാണ്. എനിക്ക് കേറിയല്ല, എനിക്ക് കേറത്തില്ലെന്ന്. മറ്റേ പെണ്ണിൻ്റെ. ഏത് പെണ്ണിന്റെ? ഇതിവിടെ പ്രാർത്ഥന ചെല്ലിയില്ലേ അവള്? ഏത് പ്രാർത്ഥനയില്ലെന്ന്? ഏതവള്? ഇവിടെ പ്രാർത്ഥന കഴിഞ്ഞല്ലേ അവള് ഇവിടുന്ന് പോയത്. എന്ത് ഈ പറയണേ? ഇന്ന് ഇച്ചിരി വെപ്രാളം വൈകുന്നേരം ഇച്ചിരി വെപ്രാള ഭാഗം കൂടുതൽ ഉണ്ടേ. ഇന്ന് ഇച്ചിരി വൈകുന്നേരം ഇച്ചിരി വെപ്രാളം കൂടുതൽ. എന്താ കാര്യം പറ. എന്നാ ഇവിടെ അമ്മ എത്തി. അമ്മ നമ്മനെ അന്വേഷണമാണ് ഭയങ്കര. ഞങ്ങളുടെ അമ്മ ഇവിടെ ഉണ്ടേ കേട്ടോ. പിന്നെ ഇവിടെ നിപ്പുണ്ട് ഞങ്ങളുടെ അമ്മ ഏലിക്കുട്ടിയമ്മ. ഇവിടെയുണ്ട് ചിന്നക്കുട്ടി. മിച്ചറൊന്നും തിന്നില്ലേ? ഇവിടെ പാൻ കെട്ടി ആക്കുന്നുണ്ടല്ലോ ചിന്നക്കുട്ടി. മിച്ചറ് തിന്നില്ല, മിച്ചറ് തിന്നില്ല. അതിനകത്ത് ഞങ്ങളൊക്കെ കൃഷി ചെയ്യുന്നിടത്തൊന്നും പോണം. ഈ ചായ കുടിച്ചു കഴിഞ്ഞോ? ഇതിനകത്ത് ഇരിക്കുന്നത് ഈ ചായ കുടിക്കഴിയാൻ ഇതിനകത്ത് ഇത് വെച്ചോണ്ടിരിക്കുന്നേ. ആ ഇതാരുടെയാ? ഇത് ഏലിക്കുട്ടിയമ്മയുടെയാ. മിച്ചറൊന്നും വേണ്ടേ? എരിവുള്ളത് കൊണ്ടാണ്. എരിവുള്ളതുകൊണ്ടായിരിക്കും. ഇതാരുടെയാ? ഞാൻ കുടിച്ചു ഇരിക്കുന്ന ചായ തന്നില്ല. അതെപ്പോ തന്നെ കുടിച്ചോ? ഞാൻ പോകുമ്പോൾ തിന്നാതാണ് ഇവിടെ. ഞാനെ പുറത്തോട്ട് പോകുന്നു. ഒരു കവളും കൂടെ ഉണ്ട് കുടി. ഒരു കവളും കൂടെ ഉണ്ട് കുടി. ചൂടിന്റെ വെപ്രാളാണോ? ചൂട് കൊണ്ടുള്ള വെപ്രാളം പരവേശമാണോ? ചൂട് കൊണ്ടുള്ള വെപ്രാളാണോന്ന്? ഇല്ല ചൂടില്ല. ഇല്ലല്ലേ? ചായക്കല്ല, ചായക്കല്ല. ഏലിക്കുട്ടിയമ്മയുടെ കാര്യം ചോദിച്ചേ. ഏലിക്കുട്ടിയമ്മയ്ക്ക് ചൂടുണ്ടോന്നാ ചോദിച്ചേ. ഇല്ല. ഇല്ലേ? ഞങ്ങൾക്കൊക്കെ ചൂടാ. ഞങ്ങൾക്കൊക്കെ ചൂടാ. ആണോ? ആ ഇന്നങ്ങനെ വെയിലില്ലാഞ്ഞല്ലോ. ഭയങ്കര വെയിലായിരുന്നു. അമ്മ പുറത്തിറങ്ങാത്ത പിന്നെ അമ്മ വെയിലായിരുന്നു. അതെ തീ തീ. കൊച്ചുങ്ങളൊക്കെ എവിടെ പോയി? ഏത് കൊച്ചുങ്ങള്? കൊച്ചുങ്ങൾ എത്ര എണ്ണം വരാതെ. ആ അത് ആരാര്യ പറയണമെന്ന് നടത്തില്ല. ഏത് കൊച്ചുങ്ങളാ എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇതെല്ലാം കാറ്റെടുത്ത് പോക്കി അതെല്ലാം തല്ലിപ്പറിച്ച് കളയും. അവർക്ക് അവിടെ വീടില്ലേ? ആർക്ക്? അവിടെ ആർക്കാ? അവന് ആർക്ക്? അവരെ അവിടെ താമസിച്ചുകൊണ്ടിരിക്കും. അവിടെ താമസിച്ച ആരാ? അവിടെയും ആരും താമസിക്കുന്നൊന്നുമില്ലായിരുന്നു. അവിടെ ആരും താമസിക്കുന്നൊന്നുമില്ലായിരുന്നു. ആരും പറഞ്ഞു. പിന്നെ അവിടെ ആരും താമസിക്കുന്നുണ്ട്? അവിടെ താമസമുണ്ട്. ആരാ? പേര് പറ. ഉണ്ടായിരുന്നു. പേര് പറ. പേര് ആരാന്നുള്ള പേര് പറ. എന്നാ പറയാം. ഞാൻ കവലയ്ക്ക് പോവാം. എലിക്കുട്ടമ്മ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞോണ്ടിരുന്നു. അതാരാ? ഞാനാണ് അതിനകത്ത് എടുത്ത് മാറ്റണം. വെട്ടി നിറഞ്ഞ് പൊങ്ങി നിൽക്കുക. പോയി കണ്ടുപിടിച്ച് എന്നെ പിടിച്ച്. ഞാൻ വെട്ടി ഇവിടുന്ന കാണാം തുറന്നിരിക്കുന്നത്. വെട്ടി തുറന്നിരിക്കുന്നത് ഇവിടുന്ന കാണാം. അതാ അമ്മ പറഞ്ഞേ. ആരാ വെട്ടിയത്? അതാരുടെ വെട്ടിയത്? എൻ്റെ വെട്ടിയത്. പിന്നെ
അതാരുടെ വെട്ടിയ എലിക്കുട്ടിയമ്മയുടെ വെട്ടിയാണത്? അതാരാ തുറന്നേ? ഏ കള്ളന്മാർ വല്ലതും തുറന്നാണോ? എന്നാ കള്ളന്മാർ വല്ലതും തുറന്നാണോ എന്ന്? അല്ല കള്ളന്മാർ വല്ലതും തുറന്നാണോ എന്ന്? കള്ളന്മാരോ? ആ ഇവിടുന്ന് പെട്ടിക്ക് കള്ളന്മാരിങ്ങനെ കൊണ്ടുവന്നു. എൻ്റെ വീട്ടിലുള്ളവർ എടുത്തോണ്ട് വന്നത്. വീട്ടിലുള്ളവരെടുത്തോണ്ടോ അല്ലേ തുറന്നു നോക്കിയത്? അങ്ങനെ തുറന്നു വെച്ചേക്കണ കാര്യമാണ് പറഞ്ഞേ. അങ്ങനെ തുറന്നു വെച്ചാൽ ആരാന്നാ ചോദിച്ചേ? ഓഹോ, അത് നിറച്ച് തുണിയാണല്ലോ. ആരുടെയാ തുണിയൊക്കെ? തുണിയൊക്കെ ആരുടെയാന്ന്? ആ തുണിയൊക്കെ ആരുടെയാന്ന്? വെട്ടി അടയാലല്ലോ അപ്പം. എന്നാ ചെയ്യണേ? ഞെക്കി അടയ്ക്കാൻ നോക്കുന്നുണ്ട്. വെട്ടിക്കാലത്തൊന്നും വസ്ത്രം കൊള്ളിയല്ല. ആ ഉള്ളിയല്ല, അതാ പറഞ്ഞേ. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തള്ളി എത്തും. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അങ്ങനെ ഉണ്ടാക്കിയിട്ടാ പിന്നെ അതിനകത്ത് കൊള്ളുമോ? ആ കൊള്ളുവോ? ശരിക്കും അടുക്കി വെക്കാഞ്ഞിട്ടല്ലേ അല്ലേ? ആ എലിക്കുട്ടിയമ്മയ്ക്ക് സമയമുണ്ടോ? എലിക്കുട്ടിയമ്മ തന്നെ അവിടെ നിന്ന് ഇടയ്ക്ക് പറക്കട്ടെ ഞാൻ വിചാരിച്ചു. എലിക്കുട്ടിയമ്മ എല്ലാം അത് അടിച്ചു തുടക്കി. ഇവിടെ നന്നായിട്ട് അടുക്കി വെക്കും എല്ലാം പറക്കി. ആരാ കിടക്കാൻ വരുന്നത്? എവിടെ പടുകുകാര് എവിടെ? ഇവിടെ ഇവിടെ ഈ വീട്ടിൽ എലിക്കുട്ടിയമ്മയും മക്കളും അല്ലേ കിടക്കണേ? ഈ വീട്ടിൽ എലിക്കുട്ടിയമ്മയും മക്കളോ? വേറെ ആരും കിടപ്പുകാരൊന്നുമില്ല. എത്ര പേര് വരും? പിന്നെ ഒരു കിടക്കാൻ ഇടയുണ്ടോ? എലിക്കുട്ടിയമ്മയുടെ കട്ടിലെ കിടത്തുമോ? എലിക്കുട്ടിയമ്മ കട്ടിലെ കിടത്തുമോ? അല്ല പിന്നെ കിടക്കാൻ ആൾ കണ്ട് വരുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ കാര്യം വരാനൊന്നുമില്ല ഇനി. ഇവിടെ കിടക്കാൻ ഇടയുള്ളതിന് എല്ലാവർക്കും ഓരോ കട്ടിലല്ലേ ഉള്ളൂ. എന്തോ പറ്റിയല്ലോ, ആകെ എന്തോ ഒരു പരവേശം ഉണ്ടല്ലോ. ചൂട് കൂടിയതിന്റെ ആണോ? ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ നിങ്ങൾ പോയ ആ ടൈം മുതൽ ഇറങ്ങി ഔട്ട് നടപ്പം പരിപാടിയായിരുന്നു. എലിക്കുട്ടിയമ്മ പോയി കിടന്നോ? എലിക്കുട്ടിയമ്മ മതി ഇനി നടന്നത്. എന്നാ പോയി കിടന്നോളാൻ മതിന്ന്. കിടക്കാൻ പോവാ. പോയി കിടന്നോ? നന്നായിട്ട് അടുക്കിപ്പറക്കി വെയ്. അടുക്കിപ്പറക്കി വെക്കാനേ അതല്ലേ കൊള്ളിയില്ലാത്ത. നന്നായിട്ട് പിറക്കി അങ്ങ് അടുക്കി വെക്ക്. എന്നാ അടുക്കി വെക്ക്. അടുക്കി വെക്കുമ്പോൾ അവിടെ ഇരുന്നോളും. എന്നാ അടുക്കി വെക്കാൻ. അടുക്കി ഞെക്കി അത് അടക്കി ഒരുമാതിരി അടച്ചു കേട്ടോ. അഴിച്ചു വിടാനും അടുക്കി വെക്കാൻ. അടുക്കി പക്ഷെ എനിക്ക് അത്ര ഇല്ല. അമ്മ അത് ഞെക്കി ഉണ്ട്. അപ്പോൾ അടച്ചു. അത് മാറ്റി മറിച്ചു ഒക്കെ വെച്ച മാറ്റിയൊന്നുമില്ല. എന്നാ എലിക്കുട്ടിയമ്മേ? എന്നാ എലിക്കുട്ടിയമ്മേ? മാറ്റിയൊന്നുമില്ല. അമ്മ ഞെക്കി വിളിച്ചതാ. എനിക്കൊന്നും അറിയത്തില്ല. അയ്യോ പാപം. ഞാനൊന്നും പറയണത് ഇത് തന്നെ ഇവിടെ ഇന്ന് പറയൂ അല്ലേ? അവരോരോട് പറയണ എന്നെ കാണിച്ചതാ. എന്നാ ഈ വസ്ത്രങ്ങളൊക്കെ വെട്ടിക്കകത്ത് വെച്ചിട്ട് ഇപ്പൊ ഒന്നും വെക്കത്തില്ല. അതിനാ എല്ലാം പോവുക. എവിടെ പോയി? എന്നെ പറ്റി തന്നറിയാം. അത് വസ്ത്രത്തിന് എണ്ണം കൂടിയിട്ടാ. എണ്ണം കൂടുതൽ എണ്ണ ഉണ്ടായിട്ടായിരിക്കുന്നു. കൂടുതൽ എണ്ണം കൂടി കാണും. അതാ കൊള്ളിയല്ലാതെ വന്നേ പെട്ടിക്കകത്ത്. എണ്ണയോ? എണ്ണം എണ്ണയല്ല എണ്ണം. എണ്ണ എവിടെ വെക്കാനാ? എണ്ണ വെക്കാനല്ലെന്ന്. കൂടുതൽ എണ്ണമില്ലേ? എണ്ണം കൂടിപ്പോയെന്ന്. കൂടുതൽ എണ്ണം ഉണ്ടെന്ന്. വെട്ടിക്കകത്തോ? അധികം ഉള്ളതുകൊണ്ടാന്ന്. അല്ല അതിനകത്ത് എണ്ണ തേക്കാൻ ആരും ഉണ്ടോ? എണ്ണ തേക്കണ കാര്യം അല്ലമ്മേ പറഞ്ഞേ. എനിക്കറിയത്തില്ല. കൂടുതലേ അധിക സാധനം ഉണ്ട്. അതാണ് അധികം സാധനം ഉണ്ട്. അതാണ് പെട്ടിയെ കൊള്ളുന്നതിൽ കൂടുതൽ സാധനം ഉണ്ട്. അതാണ് പെട്ടി കൊള്ളുന്നതിലേയും കൂടുതലേ സാധനം പെട്ടിക്കകത്തുണ്ട്. അതാണ് അടയാത്തത്. അതാ എണ്ണം കൂടുതലുണ്ടെന്ന് പറഞ്ഞത്. എണ്ണയാണെന്ന് അമ്മ കേട്ടത്. അത് അടഞ്ഞോളും. അമ്മ ഞെക്കി അത്ര അടച്ചില്ലേ? അതെ ഭയങ്കര ചൂടാണ്. ഒരു രക്ഷയില്ല. എങ്ങനെ കിടക്കും? ഭയങ്കര ആവിയോ? ഒരു രക്ഷയില്ല. അമ്മ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ചൂടാ. അതും പുറത്തും കിടക്കാൻ മേല. എന്നാ ഫാനിട്ടോ മറന്നു പോയി. എന്തോ ബന്ധമില്ലാത്ത ആവിയാ. ഏത്? ആര് തുറന്നിട്ട്? ആരാ തുറന്നിട്ടെ? അമ്മ ഇവിടെ കിടപ്പൊക്കെ വരുന്നു. വല്ല കള്ളന്മാരാണോ? എല്ലാം തുറന്ന് കിടക്കുമായിരുന്നു. കള്ളന്മാർ വല്ലാണോ തുറന്നിട്ടെ? ഇവിടെ ഇരുന്ന് ഉള്ളവരായിരിക്കും. പിള്ളേരും പറ്റി അതിനെന്താ അവർ തുറന്നിരുന്നേ? വല്ല എടുത്തോണ്ട് പോയോ? അല്ലാതെ വേറെ ആരാ? എലിക്കുട്ടിയമ്മയുടെ വല്ലതും എടുത്തോണ്ട് പോയോ? പുറത്തൊന്നും വല്ലതും വരും. അതൊന്നും പറയാൻ പറ്റിയല്ല. പോക്കറ്റാ? വല്ല ഉണ്ടോ പോക്കറ്റി? പോക്കറ്റ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അതിനൊന്നും ഇല്ലാത്ത പോക്കറ്റ് വല്ലതും കെട്ടോണ്ട് നടക്കണ്ടേ? പോക്കറ്റിലൊന്നും ഇട്ടില്ലല്ലോ. പോക്കറ്റൊക്കെ വല്ല ഇട്ടോണ്ട് നടക്കണ്ടേ? കാശൊക്കെ ഇട്ടോണ്ട് നടക്കണ്ടേ? നല്ല ആവശ്യം ഒരുപാട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വീട്ടിലോട്ടങ്ങനെ പോയെങ്കിൽ
ആ നേരത്തെ വല്ല ഇതൊന്ന് കിടക്കാൻ ആണോ? പ്രാർത്ഥനയൊക്കെ ചെയ്തിട്ട് ആ ആരോടെങ്കിലും വരാൻ പറ. ഇതെന്നാ ഞാൻ ആരോടെങ്കിലും വരാൻ പറ. ആരോടെങ്കിലും വരാൻ പറ, കൊണ്ടുപോകണ്ടേ? അവരൊന്നും വരാതെ അവിടെ വരത്തക്കവർ ഇങ്ങോട്ട് വരത്തക്കവർ ഒരു കാര്യമല്ല. അതിനാ അവർ കിടപ്പോയി. അവർക്ക് പ്രായമായൊരു പ്രായമായവരാണോ? വീട്ടിലുള്ളവരെല്ലാം വീട്ടിലുള്ളവരെല്ലാം പ്രായമായവരാണോ? പ്രായമായവരാണോ എന്ന് വീട്ടിലുള്ളവരല്ല? പ്രായമായവരോ? ആ പിന്നെ ഇപ്പം എന്നാ ചെയ്യണേ? കിടപ്പ് അവിടെ കിടന്നാൽ മതി. എവിടെ? ഇത് അവിടെ ഇവിടെ കിടന്നാലില്ല. അതാണ് എലിക്കുട്ടിയമ്മയുടെ കിടപ്പ്. വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.